ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിപ്പിക്കണം എന്ന അഭിപ്രായം. മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് കെ രാധാകൃഷ്ണൻ അറിയിച്ചു. PK ജമീലയുടെ പേര് പരിഗണനയിലുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റികൾ ചേരും. സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 27 പ്രഖ്യാപിക്കുകയും ചെയ്യും. ഷഫീദ് റാവുത്തർ, ഷഫീദ്, ഇന്ന് അന്തിമ തീരുമാനമൊന്നും ആയില്ലെങ്കിലും ഒരു ഏകദേശ ധാരണ, സ്ഥാനാർത്ഥി പട്ടികയിൽ ആരൊക്കെ, എവിടൊക്കെ, ഏതൊക്കെ എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവുന്നുണ്ടോ ഷഫീദ്? അഷ്മി, യുവാക്കളെയും MLA-മാരെയും അടക്കം പരിഗണിച്ചുകൊണ്ട് വളരെ പുതിയൊരു രീതിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്വീകരിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഏതാണ്ട് എവിടെയൊക്കെ ആരെയൊക്കെ പരിഗണിക്കണം എന്നുള്ള കാര്യം മുൻപ് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലടക്കം ചെറിയ രീതിയിൽ ചർച്ചയായതുമാണ്. അതിനുശേഷമാണ് ഒരു പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക, അതായത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരെയൊക്കെ പരിഗണിക്കുന്നുള്ള വിവരം പുറത്തു വന്നത്. ഇപ്പോൾ അപ്രതീക്ഷിതമായി പുറത്തു വരുന്ന 2-3 വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആലത്തൂർ മണ്ഡലത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പേരും സജീവ ചർച്ചയായി ഉയർന്നു എന്നുള്ളതാണ്. മറ്റു പേരുകൾക്കൊപ്പമാണ് മന്ത്രിയുടെ പേരും ചർച്ചയായത്. നേരത്തെ ഈ ആലത്തൂരിൽ പ്രധാന സാധ്യതകളായി പറഞ്ഞത് AK ബാലൻ, കെ രാധാകൃഷ്ണൻ, AK ബാലന്റെ ഭാര്യ PK ജമീല, ഇവരുടെ പേരുകളായിരുന്നു. അതിനൊപ്പം മന്ത്രി കെ രാധാകൃഷ്ണനെയും പേരും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. എന്നാൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് കെ രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ മത്സര രംഗത്തേക്ക് താൻ ഇല്ല എന്നൊരു നിലപാട് മന്ത്രി കെ രാധാകൃഷ്ണൻ എടുത്തു. അതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള നീക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമായി ഉയർന്നത് ജനകീയ മുഖങ്ങൾ വെച്ച് CPM-ന്റെ ഉറച്ച കോട്ടകളിൽ പരീക്ഷണം നടത്തുക എന്നുള്ളൊരു തീരുമാനമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഏതായാലും അങ്ങനെ ഒരു പേര് ഉയർന്നു വന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാടാണ്. പാലക്കാട് M സ്വരാജിന്റെ പേരും ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി എന്നുള്ളതാണ്. A വിജയരാഘവനൊപ്പമാണ് ആ പേരും ചർച്ചയായിട്ടുള്ളത്. ഏതായാലും ഈ മാസം 27-ാം തീയതി CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നുള്ള ഔദ്യോഗിക വിവരം പുറത്തു വരുന്നുണ്ട്. നാളെയും മറ്റന്നാളിലും ജില്ലാ കമ്മിറ്റികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ചേരും. 21-ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. ഹഷ്മി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 27-ന് CPM അന്തിമ സ്ഥാനാർത്ഥി പട്ടിക, MLA-മാരെ, പുതുമുഖങ്ങളെ, യുവാക്കളെയൊക്കെ രംഗത്തേക്ക് ഇറക്കുക, ചില MLA-മാരെ മത്സരിപ്പിക്കുക തുടങ്ങിയ എപ്പോഴും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പുതുമ ഉണ്ടാവാറുണ്ട്. ആ പുതുമ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ CPM ആലോചിക്കുന്നു. നമുക്ക് നോക്കാം 27-ാം തീയതി ആരൊക്കെ എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം.